കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇൻസേർട്ട് ടാബിലെ പിക്ചേഴ്സിനെ കുറിച്ചായിരുന്നു പഠിച്ചിരുന്നത്. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ഷേപ്സ് ആണ്. ഷേപ്സ് ആദ്യം നമ്മൾ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇത്രയും ഓപ്ഷൻസ് ആണ് നമുക്കുള്ളത്. ഇത്രയും ഷേപ്സ് ആണ് ഇതിലുള്ളത്. നമുക്ക് ഏത് ഷേപ്പാണ് വേണ്ടത് അത് ചൂസ് ചെയ്യാം. സപ്പോസ് ഞാൻ ഈ ഒരു ഷേപ്പ് ഇവിടെ ചൂസ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഡ്രാഗ് ചെയ്താൽ മതി കേട്ടോ. അതല്ലേ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ഷേപ്പ് ഇവിടെ ഓപ്പൺ ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഷേപ്പ് ഇവിടെ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ ഡ്രോയിങ് ടൂൾ വരുന്നുണ്ട്, ഫോർമാറ്റ്. അതായത് നമ്മൾ പിക്ചർ എടുക്കുന്ന സമയത്ത് ഒരു ഫോർമാറ്റ് ടൂൾ വരുന്നുണ്ട്, അതുപോലെ ഒരു ഷേപ്പ് എടുക്കുന്ന സമയത്തും ഇവിടെ ഫോർമാറ്റ് ടൂൾ ഓപ്പൺ ചെയ്ത് വരുന്നുണ്ട്. ഇതിൽ ഷേപ്പ് സ്റ്റൈൽസ് ഉണ്ട്. അതായത് നമുക്ക് അതല്ലേ ഏത് സ്റ്റൈലിലുള്ള ഷേപ്പാണ് വേണ്ടത് അത് ഇവിടുന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ ഒരു ഷേപ്പിൻ്റെ ഉള്ളിൽ ടെക്സ്ചർ കൊടുക്കാൻ പറ്റും. വെൽക്കം എന്നുള്ള ടെക്സ്റ്റാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ ഷേപ്പ് സ്റ്റൈൽസിൽ പോയാൽ നമുക്ക് ഏത് ടൈപ്പ് സ്റ്റൈലാണ് വേണ്ടത് അതിനനുസരിച്ച് ചൂസ് ചെയ്താൽ മതി. ഓക്കെ, അടുത്തത് എന്താ വെച്ചാൽ ഷേപ്പ് ഫില്ലാണ്. ഷേപ്പ് ഫില്ലിൽ നമുക്ക് ഏത് ടൈപ്പ് കളറാണ് നമുക്ക് ഷേപ്പിന് കൊടുക്കേണ്ടത് അത് കൊടുക്കാം. അതുപോലെ ഷേപ്പ് ഔട്ട്ലൈൻ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഷേപ്പ് ഫില്ലിൻ്റെ ഉള്ളിൽ നമുക്ക് ഗ്രേഡിയൻറ്റ് കളറാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ഗ്രേഡിയൻറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. എന്നിട്ട് കണ്ടില്ലേ ഇങ്ങനത്തെ ഗ്രേഡിയൻ്റ് ആണെങ്കിൽ ഇത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ മോർ ഗ്രേഡിയൻസിൽ പോവുക. എന്നിട്ട് കണ്ടില്ലേ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. അതിൽ ഗ്രേഡിയൻറ്റ് ഫില്ല് എന്ന് ചൂസ് ചെയ്യുക. കണ്ടില്ലേ ഇത്രയും ഗ്രേഡിയൻറ്റ് സ്റ്റോപ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് ഇഷ്ടപ്പെട്ട കളർ കൊടുക്കാം. അപ്പോൾ ഇതിന് വയലറ്റ് കൊടുത്ത്, അടുത്ത ഒരു ഇതിന് വേറെ കളർ കൊടുത്തു, അടുത്തതിന് വേറെ കളർ കൊടുത്തു. ഇങ്ങനെ ഗ്രേഡിയൻറ്റ് കളേഴ്സ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഷേപ്പ് ഫില്ലിൽ പോയാൽ നമുക്ക് ഈ ഷേപ്പിൻ്റെ ഉള്ളിലായിട്ട് മാത്രം ഒരു പിക്ചർ വേണമെന്നുണ്ടെങ്കിൽ പിക്ചർ പോവുക. എന്നിട്ട് നമുക്ക് നമ്മുടെ സിസ്റ്റത്തിൽ എവിടെയാണോ പിക്ചർ ഉള്ളത് അത് ചൂസ് ചെയ്യാം. ഇതിൽ ഈ ഒരു പിക്ചറാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. കണ്ടില്ലേ ആ ഷേപ്പിൻ്റെ ഉള്ളിലായിട്ട് മാത്രം ഈ ഒരു പിക്ചർ വരുന്നതാണ്. അടുത്തത് ഷേപ്പ് ഔട്ട്ലൈൻ ആണ്. ഇവിടെ പോവുക. എന്നിട്ട് നമ്മൾ നേരത്തെ പിക്ചറിൻ്റെ ഔട്ട്ലൈൻ പറഞ്ഞ പോലെ തന്നെ കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിന് ഔട്ട്ലൈനിൽ കളേഴ്സ് കൊടുക്കാൻ പറ്റും. ഇതിൻ്റെ വെയിറ്റ് തീരെ കട്ടിയില്ലാത്ത കാരണം കൊണ്ടാണ് ഇത് കളർ കാണാത്തത്. നമുക്ക് ഇതിൻ്റെ വെയിറ്റ് ഇൻക്രീസ് ചെയ്ത് കൊടുത്ത് നോക്കാം. കണ്ടില്ലേ അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇതിൻ്റെ ഷേപ്പിൻ്റെ ഔട്ട്ലൈൻ മാറ്റി കൊടുക്കാവുന്നതാണ്. ഡാഷസ് വേണമെങ്കിൽ ഈ ഒരു ഇത് ചൂസ് ചെയ്യാം. അതുപോലെ ഷേപ്പ് എഫക്ട്സ് ഉണ്ട്. കണ്ടില്ലേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പിക്ചറിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇനി അങ്ങോട്ട് പറയുന്നത്. അതേപോലെ ഗ്ലോ ഉണ്ട്. എനിക്ക് ഏതാണ് വേണമെന്ന് ചൂസ് ചെയ്താൽ മതി. പിന്നെ അതുപോലെ ഇവിടെ വേർഡ് ആർട്ട് സ്റ്റൈൽസ് ഉണ്ട്. ഇപ്പോൾ സപ്പോസ് ഈ ഒരു ടെക്സ്റ്റിന് ഞാൻ ആദ്യം ഈ ടെക്സ്റ്റ് സെലക്ട് ചെയ്തു. എന്നിട്ട് ഈ ഒരു ടെക്സ്റ്റിൻ്റെ സ്റ്റൈൽ ഞാൻ ഇതിൽ ഏതെങ്കിലും ഒന്നാക്കി മാറ്റി കൊടുക്കുകയാണ്. ഇതാണെങ്കിൽ ഇത് കൊടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് കൊടുക്കാം. അതുപോലെ ഷേപ്പ് ഫില്ല് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ മാറ്റാവുന്നതാണ്. എന്നിട്ട് ആ ഷേപ്പിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുള്ള ടെക്സ്റ്റ് നമുക്ക് എന്തെങ്കിലും ചേഞ്ച് വരുത്താനുണ്ടെങ്കിൽ ഇവിടെ പോയാൽ മതി. കണ്ടില്ലേ ഇവിടെ ടെക്സ്റ്റ് ഫില്ല്, അതായത് ആ ടെക്സ്റ്റിൻ്റെ കളർ മാറ്റാം. ഉള്ളിൽ കണ്ടില്ലേ കളേഴ്സ് മാറ്റുന്നത്, അതാണ് ഷേപ്പ് ഫില്ല് എന്ന് പറയുന്നത്. അടുത്തത് ഇവിടെ ഇത് ടെക്സ്റ്റിൻ്റെ ഔട്ട്ലൈന് മാറ്റി കൊടുക്കാൻ, ഔട്ട്ലൈൻ്റെ കളർ മാറ്റി കൊടുക്കാനാണിത്. അപ്പോൾ നമ്മൾ ഉള്ളിൽ വൈറ്റ് കൊടുത്തു, പുറത്ത് ബ്ലൂ കൊടുത്തു. ഇത് പിന്നെ ടെക്സ്റ്റിൻ്റെ എഫക്ട്സ് ആണ് കേട്ടോ. ഷാഡോ എഫക്ട്സ് ഉണ്ട്. കണ്ടില്ലേ ഇത് ട്രാൻസ്ഫോം, ഈ മോഡൽ നമുക്ക് വേണമെങ്കിൽ എഴുതാം. കണ്ടില്ലേ ഇങ്ങനെയൊക്കെ നമുക്ക് എഴുതാൻ പറ്റുന്നതാണ്. ഓക്കെ അല്ലേ?